ഹലോ മൈ ഡിയർ ലെവൻതീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? +1 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫിസിക്സ് ഫോക്കസ് ഏരിയ വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു തുടങ്ങിയത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ 10 വർഷങ്ങളിൽ +1 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. അതിലെ പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ അധികം സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചത് 9ാമത്തെ ക്വസ്റ്റ്യന്റെ എ പാർട്ട് ആയിരുന്നു. ഒബ്ജക്ട് മൂവിംഗ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യൂണിഫോം മോഷൻ ആണ്. അവിടെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ പൊസിഷൻ ടൈം ഗ്രാഫ്, ഇവിടെ നമ്മൾ എക്സ് എന്ന് വരയ്ക്കുന്നു, ഇവിടെ ടി എന്ന് വരയ്ക്കുന്നു. യൂണിഫോം മോഷന് പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് വരയ്ക്കുക, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദ ടൈം ആക്സിസ്. ഈ ചോദ്യം നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇനി ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് ചെയ്യാം. ഈ ചോദ്യത്തിന്റെ തന്നെ ബി പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് derive the relation x equal to v0 plus half at square for uniformly accelerated motion with the help of velocity time graph എന്നുള്ളതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേറ്ററി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ടും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആൻസർ ഞാൻ ഇവിടെ ഇപ്പൊ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ സി ആയിട്ട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഈസ് ഓർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്, വിച്ച് മീൻസ് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റുകളും ചിലപ്പോൾ ട്രൂ ആയിട്ട് വരാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റും നോക്കിയിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ബെറ്റർ. An object with constant velocity has always constant speed. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സ്പീഡ് വിത്ത് ഡയറക്ഷൻ ആണ്. അപ്പൊ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റന്റ് ആണ്, ഡയറക്ഷനും കോൺസ്റ്റന്റ് ആണെന്നാണ് മീനിങ്. വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് സ്പീഡ് എന്ന് പറയാം. അപ്പോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സ്പീഡും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് an object with constant speed has always constant velocity. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. there can be situations where speed is constant but variable velocity. വെലോസിറ്റി മാറിയാൽ മതി, അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആയാൽ മതി. നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ പഠിക്കുമ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ പോലും അവിടെ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഒരു വസ്തു സർക്കുലർ മോഷനിൽ ട്രാവൽ ചെയ്യുവാണെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിലും എവറി ഇൻസ്റ്റന്റ് ഓഫ് ടൈം നമ്മൾ വെലോസിറ്റിന്റെ ഡയറക്ഷൻ വരയ്ക്കുന്നത് ടാൻജന്റ് പോലെയാണ് അല്ലെ. അപ്പൊ ഓരോ ടൈമിലും അതിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിലും വെലോസിറ്റി കോൺസ്റ്റന്റ് ആവണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അതൊരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് an object with zero velocity has always zero acceleration. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സീറോ വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സീറോ ആക്സിലറേഷൻ എന്നല്ല. നമ്മൾ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത്. കാരണം വെലോസിറ്റി സീറോ ആവുമ്പോഴും ആക്സിലറേഷൻ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ്? ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി, ഒരു വസ്തുവിനെ നമ്മൾ ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാണെന്ന് വിചാരിക്കാം. അറ്റ് ദ മാക്സിമം ഹൈറ്റ്, അതായത് ഏത് ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ആ വസ്തുവിനെ ഡ്രോപ്പ് ചെയ്യുന്നത്, ആ ഒരു സമയത്ത് ആ വസ്തുവിന്റെ വെലോസിറ്റി സീറോ ആണ്. പക്ഷെ ആ സമയത്ത് പോലും ആ വസ്തുവിന്റെ പുറത്ത് ഒരു ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. രണ്ട് കാര്യങ്ങൾ പറയാം. ഒരു വസ്തു ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അറ്റ് ദ ഡ്രോപ്പിംഗ് പൊസിഷൻ വെലോസിറ്റി സീറോ ആണ്, ബട്ട് ആക്സിലറേഷൻ ഇസ് ജി. അല്ലെങ്കിൽ ഒരു വസ്തു നമ്മൾ മുകളിലോട്ട് എറിഞ്ഞു എന്ന് വിചാരിക്കാം, അത് ഒരു മാക്സിമം ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും അല്ലെ. ആ മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്ത് ആ വസ്തുവിന്റെ വെലോസിറ്റി സീറോ ആയിരിക്കാം, ബട്ട് ദർ ഈസ് an acceleration called acceleration due to gravity. അപ്പോ അതും ഒരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വെലോസിറ്റി സീറോ ആണെങ്കിൽ ആക്സിലറേഷൻ സീറോ ആവണമെന്ന് നിർബന്ധമില്ല. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് an object with zero acceleration has always zero velocity.
സീറോ ആക്സിലറേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ വസ്തുവിന്റെ വെലോസിറ്റിയിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. വെലോസിറ്റി ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. വെലോസിറ്റി ഉണ്ട്, പക്ഷെ അതൊരു യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നാണ് സീറോ ആക്സിലറേഷന്റെ മീനിങ്. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? ഫോൾസ് തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 മാത്രമാണ് ഇവിടെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി മൂന്നും ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നിങ്ങൾക്ക് 2017 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, 10ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. An object released near the surface of the earth is said to be in free fall. നമുക്കറിയാവുന്ന കാര്യമാണ്. എർത്തിന്റെ സർഫസിൽ നിന്ന് കുറച്ചൊരു ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെയാണ് നമ്മൾ, അതിന്റെ മോഷനെ നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയാറുണ്ട്. അതില് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്: ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ ക്ലൂസ് ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഫ്രീ ഫോൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ആക്സിലറേറ്റഡ് മോഷൻ. ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. കാരണം ആ വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷന്റെ പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്നാണ്. ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്: The incomplete table shows velocity of a freely falling object in time interval 1 second. ഇവിടെ ജിയുടെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുത്തോളാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നില്ലെങ്കിൽ നമുക്ക് 9.8 വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ അതിന്റെ 9.8 ഒരു ക്ലോസ് അപ്രോക്സിമേഷൻ ആണ് 10. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടേക്ക് ജി as 10 എന്നുള്ളത്. അപ്പൊ നമ്മുടെ കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സീറോ ടൈമിൽ അതിന്റെ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് 1 സെക്കൻഡ് വാട്ട് വിൽ ബി ദ വെലോസിറ്റി എന്നുള്ളതാണ്. ഇവിടെ ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് അല്ലെ. അപ്പോ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് v is equal to u plus gt എന്ന് പറയുന്ന ഫോമുല ഉപയോഗിച്ചാൽ മതി. u plus at ആണ്. ഫ്രീ ഫോളിൽ നമുക്ക് എക്ക് പകരം g എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി വിച്ച് ഇസ് നത്തിങ് ബട്ട് 0. അപ്പോ v is equal to gt എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോ ഓരോ സമയത്തും നമുക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ജിനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ജി എന്ന് പറയുന്നത് ഇവിടെ 10 ആണെന്ന് എടുത്തോളാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ടി is 1. സോ ജി ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. മീറ്റർ പെർ സെക്കൻഡിന്റെ യൂണിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്പർ മാത്രം എഴുതിയാൽ മതി. 10 എന്ന് എഴുതാം. അറ്റ് ദ എൻഡ് ഓഫ് 2 സെക്കൻഡ് ആണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? ജി ഇൻറ്റു 2. ജി എന്ന് പറയുന്നത് 10 ആണ്. ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് 20 എന്ന് എഴുതാം. ഓക്കെ, തേർഡ് സെക്കൻഡിലും 4th സെക്കൻഡ് 5th സെക്കൻഡിലും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. നമുക്കപ്പോ 2 ഭാഗം മാത്രം കണ്ടാൽ മതി. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി സി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്: ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡാഷ്. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒരു വസ്തുവിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിക്കുന്നത്. ഒന്നാമത്തെ കാരണം, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വസ്തുവിന്റെ ആക്സിലറേഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ വസ്തു സഞ്ചരിച്ചിട്ടുള്ള കവർ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡാഷ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എസ് എന്ന് എഴുതാം. എസ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഇത് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നാണ് ചോദ്യം എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ എന്ന് എഴുതാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഇസ് ഗിവൺ ബിലോ. താഴെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളോട് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം: വിച്ച് പോർഷൻ ഓഫ് ദ ഗ്രാഫ് റെപ്രസെന്റ് യൂണിഫോം റിട്ടാർഡേഷൻ. ഈ റിട്ടാർഡേഷൻ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വെലോസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസിലറേഷൻ എന്നൊക്കെ പറയുന്നത്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിട്ടാർഡേഷൻ ആണ് ചോദ്യം. ഈ ഗ്രാഫിനെ നമുക്ക് 3 ആയിട്ട് ഭാഗിക്കാം. ഒ എ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, എ ബി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, ബി സി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഓരോ ഭാഗവും നമുക്ക് നോക്കാം. ഓന്ന് എയിലോട്ട് പോകുന്ന സമയത്ത് ടൈം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടിയാണ് വരുന്നത്. അത് വളരെ ഒബ്വിയസ് ആണ് ഡയഗ്രത്തിൽ അല്ലെ. അപ്പൊ ഒ എ എന്ന് പറയുന്നത് there is an increase in velocity which is called acceleration only. എ ബി എന്ന് പറയുമ്പോൾ ടൈം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്, അവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. 6 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു എ എന്ന് പറയുന്ന പൊസിഷനിലുള്ള വെലോസിറ്റി. ബിയിൽ എത്തുമ്പോഴും ആ വെലോസിറ്റിന്റെ വാല്യൂ മാറിയിട്ടില്ല, 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നാണ് എ ടു ബിയിലുള്ള ഒരു സിറ്റുവേഷൻ.
ബി ടു സി നോക്കാം. ബിയിലെ വെലോസിറ്റി 6 ആയിരുന്നു, സി എത്തിയപ്പോൾ വെലോസിറ്റി 0 ആയി മാറിയിട്ടുണ്ട്. വിച്ച് മീൻസ് ഫ്രം 6 to 0 അത് വെലോസിറ്റി ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്. ഡിക്രീസ് ഇൻ വെലോസിറ്റിനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അത് ഏത് പോർഷൻ ഓഫ് ദ ഗ്രാഫ് ആണ് റിട്ടാർഡേഷൻ കാണിക്കുന്നത്? ബി സി എന്ന് പറയുന്ന പോർഷൻ ആണ്. അപ്പോ ഇവിടെ തേർഡ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ബി സി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വെലോസിറ്റി ആണ്, റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ വെലോസിറ്റി ആണ്. ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ മീനിങ് യൂണിഫോം വെലോസിറ്റി എന്നാണ്. ഓക്കെ, അടുത്ത ബി ക്വസ്റ്റൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടൈം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്. 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പൊ 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയാണ് നമ്മളോട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതൊരു റെക്ടാംഗുലർ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അതാണ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്. റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് ഫോർമുല, അല്ലെ? അപ്പൊ ലെങ്ത് എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ 2 to 7, അപ്പോ ലെങ്ത് എത്രയായിരിക്കും? 5 ആയിരിക്കും, അല്ലെ? 5 ഇൻറ്റു ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു പോർഷൻ എടുക്കും, അതായത് ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളത് 6 ആണ്. ഈ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 5 ഇൻറ്റു 6 വിച്ച് മീൻസ് 30 മീറ്റേഴ്സ് ആണ് ആൻസർ വരേണ്ടത്. കാരണം വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണെന്നും ടൈം സെക്കൻഡിലാണെന്നും ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ 30 മാത്രം എഴുതരുത്, യൂണിറ്റും കൂടെ എഴുതാൻ എല്ലാവരും ശ്രദ്ധിക്കുക. 30 മീറ്റർ ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. കാരണം നമ്മൾക്ക് അറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കിയാൽ മതി. 2 to 7 എന്ന് പറയുന്ന പോർഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അതൊരു റെക്ടാംഗിൾ ആണെന്ന് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഇവിടെ 5 ഇൻറ്റു 6 30 മീറ്റേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. സ്റ്റോൺ ഇസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h. ഒരു സ്റ്റോൺ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. arrive at an expression for the time taken to reach the ground. ഗ്രൗണ്ടിൽ എത്താനായിട്ട് എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഒരു വസ്തു, ഏതൊരു വസ്തു ആയിക്കോട്ടെ, ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അർത്ഥം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കണം. ആക്സലറേഷൻ എന്ന് പറയുന്നത് g ആയിട്ട് എടുക്കണം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന് പകരം ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. അത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ടൈമിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഉപയോഗിക്കാവുന്ന ഫോർമുല എന്ന് പറയുന്നത് s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്നുള്ളതാണ്. എസിന് പകരം നമുക്ക് h എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. ഒരു വസ്തു ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇപ്പൊ 0 ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ അത് 0 തന്നെയായി മാറുന്നു. ഹാഫ് ഇൻറ്റു ആക്സലറേഷന്റെ വാല്യൂ g എന്ന് എഴുതാം, ഇൻറ്റു ടി സ്ക്വയർ. അപ്പോ ഇവിടെ ടി സ്ക്വയറിനെ മാത്രം നമ്മൾ ഇങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ എന്ത് വരും? ടി സ്ക്വയർ ഈക്വൽ ടു 2h ഡിവൈഡഡ് ബൈ g, or t is equal to root of 2h divided by g എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ടൈമിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന ഒരു എന്താ പറയാ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇവിടെ യുവിന്റെ വാല്യൂ 0 ആണ് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇതും മനസ്സിലായി കാണും എന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ടൈം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റിന്റെ വാല്യൂ കൂടിയാണ് പോകുന്നത്, അല്ലെ? വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഗ്രാഫ്. ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് മോഷൻ എന്നുള്ളതാണ്. വെലോസിറ്റി ഇസ് ഇൻക്രീസിങ് യൂണിഫോംലി. ഇൻക്രീസ് ഇൻ വെലോസിറ്റിനെ പറയുന്ന പേരാണ് ആക്സിലറേഷൻ. ഇത് യൂണിഫോം ഇൻക്രീസ് ആണ്, അല്ലെ? സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത് യൂണിഫോം, അതായത് ഒരേ രീതിയിലാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്നത് യൂണിഫോം മോഷൻ അല്ല, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ആക്സിലറേഷൻ ഉണ്ട്, പക്ഷെ ആ ആക്സിലറേഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടാണ് വരുന്നത്. B question, derive a relation connecting displacement and time for this type of a motion. ഈ ടൈപ്പ് ഓഫ് എ മോഷനിൽ ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ പറയുന്നത് s ഈക്വൽ ടു
ut plus half at square. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ 3 equations of motion ആണ് പഠിക്കുന്നത്. v equal to u plus at, s equal to ut plus half at square, മൂന്നാമത്തേത് v square minus u square equal to 2as. ഈ 3 ഡെറിവേഷൻ പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇത് s equal to ut plus half at square ഡിറൈവ് ചെയ്യാനാണ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലനേറ്ററി വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ കണ്ട് കാണുന്നതാണ് കേട്ടോ എന്റെ പ്രതീക്ഷ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. റേഷ്യോ ഓഫ് വെലോസിറ്റി ടു സ്പീഡ് ഓഫ് എൻ ഒബ്ജക്ട്. ഈ വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താ വെച്ചാല്, വെലോസിറ്റി സ്പീഡിനേക്കാളും കൂടാൻ പറ്റില്ല. കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഒരു വസ്തുവിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവാൻ പറ്റും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെയാണ് സ്പീഡും വെലോസിറ്റിയും ഈക്വൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ സ്പീഡ്. വെലോസിറ്റി എപ്പോഴും സ്പീഡിനേക്കാളും കുറവായിരിക്കും. അപ്പോ വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള ഒരു റിലേഷൻ എടുക്കുവാണെങ്കിൽ, വെലോസിറ്റി എപ്പോഴും ഈക്വൽ ആവുകയാണെങ്കിൽ ഈ റേഷ്യോ വിൽ ബിക്കം 1. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, വെലോസിറ്റി സ്പീഡിനേക്കാളും കുറവാണ്. അപ്പൊ ന്യൂമറേറ്ററിൽ ഒരു സ്മോളർ വാല്യൂവും ഡിനോമിനേറ്ററിൽ ഒരു ബിഗർ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോ വിൽ ബി ലെസ് ദാൻ 1 അല്ലെ. അപ്പൊ ഈക്വൽ ടു 1 ആവാനുള്ള സാധ്യതയുണ്ട്, ലെസ് ദാൻ 1 ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ 1 എന്ന് മാത്രം എഴുതരുത്, കാരണം അതെല്ലായ്പ്പോഴും ട്രൂ ആവണമെന്നില്ല. ചിലപ്പോ 1 ആയിരിക്കാം. എപ്പോഴാണ് 1 ആവുന്നത്, വെലോസിറ്റിയും സ്പീഡും ഈക്വൽ ആവുന്ന സമയത്ത്. ഗ്രേറ്റർ ദാൻ 1 ഒരിക്കലും ആവാൻ പറ്റില്ല. ലെസ് ദാൻ 1 ആവാം, പക്ഷെ എപ്പോഴും ലെസ് ദാൻ 1 എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഓപ്ഷൻ 1 and 3 അത് കറക്റ്റ് ആവുന്നത് ചില പെർട്ടിക്കുലർ സിറ്റുവേഷനിലാണ്. പക്ഷെ ജനറലി നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, എയ്തർ ലെസ് ദാൻ 1 ഓർ ഈക്വൽ ടു 1 എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ നമ്പർ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് എഴുതേണ്ടത്. 1 എന്നോ അല്ലെങ്കിൽ ലെസ് ദാൻ 1 എന്നോ മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആവില്ല. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എയ്തർ ലെസ് ദാൻ 1 ഓർ ഈക്വൽ ടു 1 എന്നുള്ളതാണ്. മനസ്സിലായി കാണുന്നതായിട്ട് വിചാരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഫിഗർ ഷോസ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് റണ്ണർ എ. അതായത് ഇവിടെ ഒരു എ എന്ന് പറയുന്ന ഒരു റണ്ണർ ഉണ്ട്, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. ഫിഗർ 2 വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്, വിച്ച് ഈസ് ഓഫ് റണ്ണർ ബി. അപ്പൊ രണ്ടാമത്തെ ഫിഗർ വെലോസിറ്റി ടൈം ഗ്രാഫും ഒന്നാമത്തെ ഫിഗർ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും മനസ്സിൽ വെക്കുക. ഇത് ഫിഗറിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ് കേട്ടോ. അപ്പൊ ആദ്യത്തേത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും രണ്ടാമത്തേത് വെലോസിറ്റി ടൈം ഗ്രാഫും ആണ്. ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മോഷൻ റണ്ണർ എ ഹാസ്. എ എന്ന് പറയുന്ന റണ്ണറിന്റെ ടൈപ്പ് ഓഫ് മോഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്ന റണ്ണറിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ്, ഒരു എക്സ് ആക്സിസിനോട് ഇൻക്ലിനേഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ടൈം കൂടുന്നതിനനുസരിച്ച് ദർ ഈസ് എ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദാറ്റ് ചേഞ്ച് ഇസ് യൂണിഫോം ചേഞ്ച് ആണ്. അതുകൊണ്ടാണ് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് ചേഞ്ച് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഇറ്റ് ഈസ് നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷനിൽ തന്നെ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് ഇവിടെ. കാരണം കോൺസ്റ്റന്റ് വെലോസിറ്റി ആയതുകൊണ്ടാണ് ആ വസ്തുവിന് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാത്തായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ അത് റോങ് ആയിട്ടുള്ള ആൻസർ ആണ്. നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കാരണം ഇവിടെ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. ആ ചേഞ്ച് കോൺസ്റ്റന്റ് ആണ്, വിച്ച് മീൻസ് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ദർ. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് വെച്ചാൽ ആക്സലറേഷൻ 0 എന്നാണ്. അപ്പൊ ഇതാവാൻ പറ്റില്ല, ജെർക്കിംഗ് മോഷൻ ആവാൻ പറ്റില്ല, യൂണിഫോം മോഷൻ ആവാൻ പറ്റില്ല. നോൺ യൂണിഫോം മോഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നോൺ യൂണിഫോം മോഷൻ എന്ന് പറയാം, കോൺസ്റ്റന്റ് വെലോസിറ്റി എന്നും പറയാം. ഓക്കെ, അടുത്ത ചോദ്യം, ഡിറൈവ് എ മാത്തമാറ്റിക്കൽ റിലേഷൻ ദാറ്റ് കണക്ട്സ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ടൈം ഓഫ് റണ്ണർ എ. റണ്ണർ എയുടെ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഒരു റിലേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. റണ്ണർ എ എക്സിബിറ്റ് ചെയ്യുന്നത് ആക്സലറേഷൻ ഉള്ള മോഷൻ അല്ല. ചാടി കയറി എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതരുത്, കാരണം അത് ആക്സലറേറ്റഡ് മോഷൻ ഉള്ള ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഈ ഒരൊറ്റ ഫോർമുല മാത്രമേ ഉള്ളൂ. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. കാരണം ഇവിടെ ആക്സലറേഷൻ ഇല്ല. യൂണിഫോം മോഷനെ സംബന്ധിച്ച് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്ന ഒരു ഫോർമുല മാത്രം നമുക്ക് എടുത്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, അനലൈസിംഗ് ദ അബൌവ് ടു ഗ്രാഫ്സ് ഫൈൻഡ് വിച്ച് റണ്ണർ വിൽ വിൻ ദ റേസ്. θ1 is greater than θ2 എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ ഒരു ചോദ്യത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി റണ്ണർ എ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റണ്ണർ ബി എന്ന് പറയുന്നതിന്റെ വെലോസിറ്റി ഓരോ സമയത്ത് കൂടുന്നുണ്ട്, കാരണം അവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത്, അത് കൂടി പോകുന്നുണ്ട്. അപ്പോ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ആളാണ് ജയിക്കാനുള്ള സാധ്യത. പക്ഷേ ഈ ചോദ്യത്തിൽ ഒരു പ്രശ്നം ഉള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഈ ചോദ്യം അത്ര സ്പെസിഫിക് അല്ല. നമ്മളോട് ഡിസ്പ്ലേസ്മെന്റ് ഈ ആംഗിളിന്റെ വാല്യൂ തന്നിട്ടില്ല. θ1 ഇസ് ഗ്രേറ്റർ ദാൻ θ2 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എത്ര ദൂരമുള്ള ഒരു റണ്ണിങ് റേസ് ആണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് റണ്ണർ എ ജയിക്കോ ബി ജയിക്കോ എന്ന് പറയാൻ പറ്റുന്നത്. കാരണം തുടക്കത്തില് റണ്ണർ എ ആണ് സ്പീഡിൽ ഓടുന്നത്, പക്ഷെ അയാൾ ഓടുന്നത് കോൺസ്റ്റന്റ് സ്പീഡിലാണ്. തുടക്കത്തിൽ റണ്ണർ ബിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് വിൻ ചെയ്യും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് എത്ര മീറ്ററിന്റെ ഒരു റണ്ണിങ് റേസ് ആണെന്ന് സ്പെസിഫൈ ചെയ്താലാണ് നമുക്ക് ഈ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് നമുക്ക് ഇങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. സിൻസ് ദ ഡെസ്റ്റിനേഷൻ ഡിസ്പ്ലേസ്മെന്റ്, the final displacement is not given, we cannot exactly predict which runner will win the race എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുള്ളൂ. കാരണം അത് വളരെ അടുത്തുള്ള ഒരു ദൂരമാണെങ്കിൽ, കോൺസ്റ്റന്റ് സ്പീഡിൽ ഓടിയ ആളാണെങ്കിൽ പോലും അയാളുടെ സ്പീഡ് കൂടുതലായതുകൊണ്ട് അയാൾക്ക് ജയിക്കാം. കൂടുതൽ ദൂരത്തിലാണ് ഓടുന്നതെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ ഓടുന്ന ആൾ ചിലപ്പോൾ കവർ ചെയ്യുന്നതിനേക്കാളും സ്പീഡ് കൂട്ടി വരുന്ന ആൾക്ക് കവർ ചെയ്തെത്താൻ പറ്റും. അപ്പൊ ഇവിടെ സ്പെസിഫൈഡ് അല്ല ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ, ഗിവൺ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഉത്തരമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഇസ് ഗിവൺ. ഈ ഒരു ഗ്രാഫാണ് നമുക്ക് 14ാമത്തെ ക്വസ്റ്റിന്റെ ഗ്രാഫായിട്ട് തന്നിരിക്കുന്നത്. എസ്റ്റിമേറ്റ് ദ വെലോസിറ്റി ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവെൽ t = 2 സെക്കൻഡ് ടു t = 3 സെക്കൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് വെലോസിറ്റി ആവുന്നത്. സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. ഇവിടെ ആംഗിൾ ഒന്നും തന്നിട്ടില്ല, പക്ഷെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലുള്ള വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് വാല്യൂ ഇൻ ദ വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ വാല്യൂ ഇൻ ദ എക്സ് ആക്സിസ് ആണ്. t = 2 സെക്കൻഡ് ടു 3 സെക്കൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3 സെക്കൻഡില് വൈ ആക്സിസിലെ വാല്യൂ 30 ആണ്. അപ്പൊ സ്ലോപ്പ് നമുക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? 30 മൈനസ് 2 സെക്കൻഡിൽ തന്നിരിക്കുന്ന 10 ആണ്. അപ്പൊ 10. അപ്പൊ അതാണ് വൈ ആക്സിസിന്റെ വാല്യൂ. നമുക്ക് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എടുക്കാം. അതാണ് സ്ലോപ്പിന്റെ ഇക്വേഷൻ. അപ്പൊ y2 എന്ന് പറയുന്നത് ഫൈനൽ ടൈമിലുള്ള y വാല്യൂ, ഇവിടെ 30 ആണ്. ഇനീഷ്യൽ ടൈമിലുള്ള y വാല്യൂ 2 സെക്കൻഡിൽ വൈയിലുള്ള വാല്യൂ 10 ആണ്, ഡിവൈഡഡ് ബൈ x2 മൈനസ് x1, എക്സ് ആക്സിസിലുള്ള വാല്യൂസ്. എക്സ് ആക്സിസിൽ ആദ്യത്തെ വാല്യൂ 3 സെക്കൻഡ് ടു 2 സെക്കൻഡ് എന്നല്ലേ പറഞ്ഞേക്കാം. അപ്പൊ 3 മൈനസ് 2 എന്ന് എഴുതാം. 30 മൈനസ് 10 എന്ന് പറയുന്നത് 20 ആണ്, ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് വെലോസിറ്റി ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവെൽ t = 2 ടു t = 3 സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എൻ ഒബ്ജെക്ട് is proportional to t³ show that its acceleration is increasing with time. ഇത് ഡിഫറൻസിയേഷൻ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഡിഫറൻസിയേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് s is proportional to t³ എന്നാണ്. അപ്പൊ നമുക്ക് s is equal to k, ഒരു കോൺസ്റ്റന്റ് into t³ എന്ന് എഴുതാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി ആണ്. ഡിഫറൻസിയേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ജനറൽ ഇക്വേഷൻ, ഇത് എല്ലാവരും ഓർത്ത് വെക്കുക. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഡിഫറൻസിയേഷനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. d/dx of x raised to n, ഞാനൊരു ജനറൽ ഇക്വേഷൻ ആണ് എഴുതുന്നത്. x raised to n is equal to n x raised to n minus 1 എന്നുള്ളതാണ്. ഓക്കെ, d/dx of x raised to n is equal to n x raised to n minus 1. അപ്പോ വെലോസിറ്റി എന്ന് പറയുന്നത് ds/dt ആണ്, ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, which is d/dt of k t³. k എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. We can take it outside. It becomes what? dt³/dt. dx raised to n by x നെ നമുക്ക് n x raised to n minus 1 ആണ് എഴുതുന്നത് അല്ലെ. അപ്പൊ ഇവിടെ x ന് പകരം കെടുക്കുന്നത് t എന്നും n ന് പകരം കെടുക്കുന്നത് 3 എന്നുമാണ്.
അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? n പകരം 3 into t raised to 3 minus 1. 3 minus 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോ we will be getting the answer as 3kt square. ഇതാണ് വെലോസിറ്റിന്റെ വാല്യൂ. ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് എഴുതാം? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു dv/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു d/dt ഓഫ് 3kt സ്ക്വയർ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ 3k എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഡിഫറൻഷ്യൽ ഓഫ് ടി സ്ക്വയർ n x raised to n minus 1 ആണ്. അപ്പൊ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2t raised to 2 minus 1. 2 minus 1 വെച്ചാൽ 1 തന്നെയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 6kt. അപ്പോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ടൈം മാറുന്നതിനനുസരിച്ച് ആക്സിലറേഷന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ടൈം കൂടുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ കൂടിക്കൊണ്ടിരിക്കും എന്നാണ് നമുക്ക് ഇതിന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ടി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ 6k എന്ന് വരും, ടി എന്ന് പറയുന്നത് 2 ആണെങ്കിൽ 12k എന്ന് വരും. അതായത് ടൈം കൂടുന്നതിനനുസരിച്ച് ആക്സിലറേഷന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഷോ ദാറ്റ് ആക്സിലറേഷൻ ഇസ് ഇൻക്രീസിങ് വിത്ത് ടൈം. അപ്പൊ അത് നമ്മളിവിടെ കൃത്യമായിട്ട് ഷോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളോട് കൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വളരെ ലെങ്തി ആയിട്ട് പോകും. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസോ ഫീഡ്ബാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി അടുത്ത ഭാഗങ്ങൾ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ സീരീസിന്റെ ബാക്കി ഭാഗങ്ങൾ മിസ് ചെയ്യാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെൽ എനേബിൾ ചെയ്ത് വെക്കാം. താങ്ക് യു വൺസ് അഗെയിൻ ഫോർ വാച്ചിങ് മൈ ടുഡേസ് വീഡിയോ. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.